ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഏറ്റവും നൂതനമായിട്ടുള്ള ക്രൂയിസ് മിസൈലായിട്ടുള്ള ബ്രഹ്മോസ് പ്രയോഗിച്ചു എന്നുള്ള രീതിയിൽ വാർത്തകൾ പുറത്തോട്ട് വരുന്നുണ്ട്. ബ്രഹ്മോസ് അല്ലാതെ ഇന്ത്യക്ക് പലതരത്തിലുള്ള മിസൈലുകളുണ്ട്. അഗ്നിയുണ്ട്, പൃഥ്വിയുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകാനിടയുള്ളൊരു ചോദ്യമുണ്ട്. മിസൈലുകൾ രണ്ട് തരമുണ്ട്, ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ബ്രഹ്മോസ് ബാലിസ്റ്റിക് മിസൈലാണോ അതോ ക്രൂയിസ് മിസൈലാണോ? ബ്രഹ്മോസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതുപോലെ തന്നെ മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് പോകാൻ ശേഷിയുള്ള അഗ്നി 5 എന്ന് പറയുന്ന ഇന്ത്യയുടെ ബഹുദൂരം സഞ്ചരിക്കുന്ന മിസൈലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അത്തരം മിസൈലുകൾ ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങളെക്കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാലിസ്റ്റിക് മിസൈലുകളെയും ക്രൂയിസ് മിസൈലുകളെയും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മിസൈൽ സംവിധാനങ്ങളെക്കുറിച്ചും നല്ലൊരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറയാം. ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്നത് ഒരു സബ് ഓർബിറ്റൽ സഞ്ചാരപാതയാണ് പിന്തുടരുന്നത്. അതായത് ഇതിന് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളുണ്ട്. ഒരു ടാർഗറ്റിനെ ലോക്ക് ചെയ്തുകൊണ്ട് നമ്മളൊരു ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം പവേർഡ് ബൂസ്റ്റ് ഫേസ് ആണ്. ഈ സമയത്ത് പല ഘട്ടത്തിലുള്ള സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ഫ്യൂവൽ റോക്കറ്റുകൾ മിസൈലിന് നല്ല വേഗത ഈ ലോഞ്ചിങ് ടൈമിൽ നിന്ന് അവിടെ നിന്ന് കൊടുക്കും. അതിനുശേഷം രണ്ടാമത്തേത് മിഡ് കോഴ്സ് ഫേസ് ആണ്. അതായത് ഈ ഘട്ടത്തിൽ പേലോഡ്, അതായത് മിസൈലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം അന്തരീക്ഷത്തിന് പുറത്തോ അല്ലെങ്കിൽ അതിൻ്റെ അറ്റത്തോ പോയിട്ട് സാധാരണ റോക്കറ്റ് പോലെ പോയിട്ട് യാതൊരുവിധ പ്രൊപ്പൽഷനും ഇല്ലാതെ അങ്ങനെ ഒഴുകി നടക്കും. മൂന്നാമത്തെ ഘട്ടമാണ് ടെർമിനൽ അല്ലെങ്കിൽ റീ എൻട്രി ഫേസ്. ഈ സമയത്ത് വാർഹെഡ് അല്ലെങ്കിൽ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ആയുധം ഹൈപ്പർസോണിക് വേഗതയിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് തിരികെ ഫ്രീ ഫോൾ ചെയ്ത് വീഴും. എന്നാൽ ക്രൂയിസ് മിസൈലുകൾ അങ്ങനെയല്ല. അവ യാത്രയിലുടനീളം സ്വയം മുന്നോട്ട് പോകുന്നവയാണ്. ഇതിനായിട്ട് ടർബോജെറ്റ്, റാംജെറ്റ്, സ്ക്രാംജെറ്റ് പോലെയുള്ള എയർ ബ്രീതിങ് എഞ്ചിനുകളും എയറോഡൈനാമിക് ലിഫ്റ്റും ഉപയോഗിക്കും. സ്വന്തം നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ താഴ്ന്ന ഉയരത്തിൽ ഏകദേശം നേർരേഖയിലാണ് ഇവയുടെ സഞ്ചാരം. അതായത് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് താഴേക്ക് വരികയല്ല, പകരം ഇങ്ങനെ താഴേക്കൂടെ ഇങ്ങനെ നമ്മുടെ സർഫസിന് ചേർന്നുകൊണ്ട് പാരലായിട്ടാണ് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ക്രൂയിസ് മിസൈലുകൾ സഞ്ചരിക്കുന്നത്. ആണവ പോർമുനകൾ ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് സത്യത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുക. പക്ഷേ പൊതുവെ പറഞ്ഞാൽ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് കൃത്യത കുറവാണ്. പിന്നെ ഇവയ്ക്ക് വഹിക്കാൻ പറ്റുന്ന ഭാരത്തിലും വ്യത്യാസമുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഒരു 1000 കിലോഗ്രാം അല്ലെങ്കിൽ 1 ടണ്ണോ അതിൽ കൂടുതലോ ഭാരമുള്ള വാർഹെഡുകൾ അവിടെ ആണവായുധങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ ക്രൂയിസ് മിസൈലുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നേർരേഖയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു 200-300 കിലോഗ്രാം ഭാരമുള്ള ചെറിയ വാർഹെഡുകളാണ് അവ കൊണ്ടുപോവുക. ഇത് കൃത്യമായ ചെറിയ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ 2 തരം മിസൈലുകളും ഇന്നത്തെ ആയുധ ശേഖരത്തിൽ പരസ്പര പൂരകമായിട്ടാണ് ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഒന്ന് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രതിരോധത്തിനും ദീർഘദൂര അതിവേഗ ആക്രമണത്തിനും വേണ്ടിയുള്ളതാണെങ്കിൽ മറ്റേത് ശത്രുക്കളുടെ വ്യോമ പ്രതിരോധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായി കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ളതാണ്. അപ്പോൾ ഈ ക്രൂയിസ് മിസൈലുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സ്വന്തം ബ്രഹ്മോസ് മിസൈൽ. ഇനി നമുക്ക് ബ്രഹ്മോസിൻ്റെ കഥയിലേക്ക് കടക്കാം. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ഉണ്ടാക്കുന്നത് 1995 ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും അതായത് DRDOയും റഷ്യയുടെ NPO മഷിനോസ്ട്രോയേനിയയും ചേർന്നുള്ള ഒരു സംയുക്ത സംരംഭത്തിലൂടെയാണ്. അങ്ങനെയാണ് ബ്രഹ്മോസ് എയ്റോസ്പേസ് എന്ന കമ്പനി രൂപം കൊള്ളുന്നത്. ഇതിൽ ഇന്ത്യക്ക് 50.5%, റഷ്യയ്ക്ക് 49.5%, ഓഹരി പങ്കാളിത്തം. ഗൾഫ് യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ചില പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഇന്ത്യക്ക് അതിവേഗത്തിലും കൃത്യതയിലും ആക്രമിക്കാൻ പറ്റുന്ന ഒരു ആയുധം ആവശ്യമാണ് എന്ന് മനസ്സിലായത്. ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് റഷ്യയുടെ സോവിയറ്റ് കാലഘട്ടത്തിലെ P-800 ഒനിക്സ് മിസൈൽ കുടുംബത്തിലെ സൂപ്പർസോണിക് റാംജെറ്റ് ടെക്നോളജി ഉപയോഗിച്ച് ഈ ഒരു സഹകരണം മുന്നോട്ട് പോയത്. 1999 ഒരു ആദ്യത്തെ കരാർ പ്രകാരം ഇന്ത്യ $126.25 മില്യൺ, റഷ്യ $123.75 മില്യൺ ഇതിനു വേണ്ടി മുടക്കി. 2 രാജ്യങ്ങളിലെയും പ്രത്യേക ലാബുകളിൽ ഒരേ സമയം ഇതിൻ്റെ ഗവേഷണങ്ങളും വികസന പ്രവർത്തനങ്ങളും നടന്നു. അങ്ങനെ 2001 ജൂൺ 12 ഒഡീഷയിലെ ചാന്ദിപ്പൂരിലുണ്ടായിരുന്ന ഇൻ്ററിം ടെസ്റ്റ് റേഞ്ചിൽ നിന്നും ബ്രഹ്മോസിൻ്റെ ആദ്യത്തെ വിജയകരമായിട്ടുള്ള പരീക്ഷണ വിക്ഷേപണം നടന്നു. സോളിഡ് ബൂസ്റ്ററും പിന്നെ ലിക്വിഡ് ഫ്യൂവൽ റാംജെറ്റ് സസ്റ്റെയ്നറും ഉപയോഗിക്കുന്ന 2 ഘട്ടത്തിലുള്ള പ്രൊപ്പൽഷൻ എന്ന ആശയമാണ് അതോടെ ശരിയായി വർക്ക് ചെയ്യുമെന്ന് തെളിഞ്ഞത്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ആദ്യത്തെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പരീക്ഷണം എന്ന റെക്കോർഡും അന്ന് സ്ഥാപിക്കപ്പെട്ടു.
പിന്നീടുള്ള ഒരു 10 വർഷക്കാലം കരയിൽ നിന്നും നാവികസേനയുടെ കപ്പലിൽ നിന്നും അതുപോലെ യുദ്ധവിമാനങ്ങളിൽ നിന്നുമൊക്കെ ബ്രഹ്മോസ് പലതവണ പരീക്ഷിച്ചു. 2005 ആയപ്പോഴേക്കും ഇത് ഇന്ത്യൻ നാവികസേനയുടെ ഔദ്യോഗിക ഭാഗമായി മാറി. തൊട്ടു പിന്നാലെ 2007 ഇന്ത്യൻ കരസേനയും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. അധികം വൈകാതെ തന്നെ സുഖോയ് 30M KI ഫൈറ്റർ വിമാനങ്ങളിലും ബ്രഹ്മോസ് ഘടിപ്പിച്ചു. തദ്ദേശീയമായി ഇന്ധനം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ, സ്വന്തമായി സീക്കർ ഉണ്ടാക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ റഷ്യയിൽ നിന്നും ഇന്ത്യക്ക് കിട്ടിയ കൈമാറ്റം ചെയ്യപ്പെട്ട ടെക്നോളജികളാണ്. തുടക്കത്തിൽ 35% മാത്രമായിരുന്ന ഇന്ത്യൻ നിർമ്മിത ഭാഗങ്ങൾ ഇന്ന് 65%-ലധികവും നമ്മൾ ഉണ്ടാക്കുന്നതായി ഉയർന്നിട്ടുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന ഭാഗങ്ങൾക്ക് പകരം നമ്മൾ ഇന്ത്യയിൽ നിർമ്മിച്ച ഭാഗങ്ങൾ ഉപയോഗിച്ച് 85% വരെ എത്തിക്കാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഈ ഒരു ഇൻഡോ റഷ്യൻ സഹകരണം വഴി മാക്ക് 3 വേഗതയും 290 കിലോമീറ്റർ ദൂരപരിധിയുമുള്ള കടലിൻ്റെ തൊട്ടുമുകളിലൂടെ പറക്കാൻ കഴിവുള്ളൊരു ക്രൂയിസ് മിസൈൽ മാത്രമല്ല നമുക്ക് കിട്ടിയത്, മറിച്ച് മിസൈൽ വികസന രംഗത്തൊരു പ്രാദേശിക ശക്തിയായി ഇന്ത്യ വളരാനും ഇത് കാരണമായി. ബ്രഹ്മോസ് NG, ഹൈപ്പർസോണിക് ബ്രഹ്മോസ് 2 പോലെയുള്ള ഭാവിയിലെ പുതിയ മിസൈലുകൾക്ക് ഒരടിത്തറ ഇടാനും ഈ സംരംഭം സഹായിച്ചു. ബ്രഹ്മോസ് എന്ന് പറയുന്ന പേരിന് പിന്നിൽ ചരിത്രം ഞാൻ പറയണ്ടല്ലോ. ബ്രഹ്മപുത്രയും മോസ്കോ എന്ന് പറയുന്ന ഇന്ത്യയിലെയും റഷ്യയിലെയും 2 നദികളുടെ പേരുകൾ സംയോജിപ്പിച്ചാണ് ബ്രഹ്മോസ് എന്നുള്ള പേരുള്ളത്. അപ്പോൾ ഈ ബ്രഹ്മോസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതും ഞാൻ പ്രതിരോധ ഡാറ്റ ചോർത്തുന്നതൊന്നുമല്ല കേട്ടോ, ഓപ്പണായിട്ട് കിട്ടുന്ന കാര്യമാണ്. ബ്രഹ്മോസിൽ 2 ഘട്ടങ്ങളുള്ള ഒരു പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. വിക്ഷേപിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മിസൈലിന് സൂപ്പർസോണിക് വേഗത കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സോളിഡ് പ്രൊപ്പലൻ്റ് റോക്കറ്റ് ബൂസ്റ്ററാണ് ഇതിൻ്റെ തുടക്കം. നമ്മൾ ദീപാവലിക്ക് വാങ്ങിക്കുന്ന മത്താപ്പൊക്കെയില്ലേ, അതിലൊക്കെ ഇരിക്കുന്ന കരിമരുന്നെന്ന് പറയുന്നത് ഒരു സോളിഡ് ഫ്യൂവലാണ്. അത് കത്തിച്ചു കഴിഞ്ഞാൽ കൺട്രോളില്ല, പക്ഷേ നല്ല രീതിയിൽ പുറത്തോട്ട് ചൂടും പ്രകാശവും തെറിക്കില്ലേ, ഇതുപോലെയാണ് സോളിഡ് ഫ്യൂവൽ എന്ന് പറയുന്നത്. ഈ ബൂസ്റ്റർ അതിൻ്റെ ഇന്ധനം കത്തിത്തീർന്ന് മിസൈലിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് ഫ്യൂവൽ റാംജെറ്റ് സസ്റ്റെയ്നർ എഞ്ചിൻ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുത്ത് ഇന്ധനം തുടർച്ചയായി കത്തിക്കും. അങ്ങനെ മാക് 2.8 മുതൽ മാക് 3.5 വരെയുള്ള വേഗതയിൽ ഏകദേശം 650 കിലോമീറ്റർ ദൂരം വരെ പറക്കാൻ ഇത് മിസൈലിനെ സഹായിക്കും. മിസൈൽ പറക്കുന്ന സമയത്ത് അതിൻ്റെ രൂപകൽപ്പന കാരണം റഡാറുകളിൽ നിന്ന് പെട്ടെന്ന് കണ്ടെത്താൻ പ്രയാസമാണ്. മാത്രമല്ല കടലിൻ്റെ തൊട്ടുമുകളിലൂടെ, അതായത് ലക്ഷ്യത്തിലെത്തുന്ന അവസാന ഘട്ടത്തിൽ വെറും 5 മീറ്റർ വരെ താഴ്ന്നു പറക്കാനുള്ള കഴിവ് ബ്രഹ്മോസ് മിസൈലുകൾക്കുണ്ട്. ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഇങ്ങനെ താഴ്ന്നു പറക്കും, പിന്നെ വേണമെങ്കിൽ പെട്ടെന്ന് പൊങ്ങി ലക്ഷ്യത്തിൽ ചെന്നിരിക്കാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ എയർ ഡിഫൻസ് റഡാറുകൾക്ക് ഇതിനെ കണ്ടെത്താനുള്ള സാധ്യത വളരെ കുറവാണ്. മാക് 3 വേഗത, അതായത് ശബ്ദത്തേക്കാൾ 3 മടങ്ങ് വേഗതയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ ചൂടിൽ നിന്നും എയർ ഫ്രെയിമിനെ സംരക്ഷിക്കാൻ ഉയർന്ന താപനിലയെ ഡിഫെൻഡ് ചെയ്യാൻ കഴിവുള്ള ലോഹസങ്കരങ്ങളും പ്രത്യേകതരം തെർമൽ കോട്ടിങ്ങുകളും ബ്രഹ്മോസിൻ്റെ സർഫസ് കോട്ടിങ്ങായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് മിസൈലിൻ്റെ ഘടനയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാതെ യാത്രയിലുടനീളം അതിൻ്റെ ലക്ഷ്യസ്ഥാനം വരെ നിലനിൽക്കാൻ പറ്റും. ഇതിൻ്റെ ഗൈഡൻസ് സിസ്റ്റം ഫയർ ആൻഡ് ഫോർഗെറ്റ് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേറ്ററുടെ സഹായം ഇതിനാവശ്യമില്ല. ഒരു ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റമാണ് മിസൈൽ പാതി വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നത്. സാറ്റലൈറ്റ് നാവിഗേഷൻ വഴി ഇടയ്ക്കിടെ കൃത്യമായ വിവരങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവസാന ഘട്ടത്തിൽ ഒരു ആക്റ്റീവ് റഡാർ സീക്കർ ലക്ഷ്യസ്ഥാനത്തെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് മിസൈലിനെ അങ്ങോട്ട് നയിക്കുന്നു. ഒരു സൂയിസൈഡിംഗ് ആണ് നടക്കുന്നത്. മാക് 3 വേഗതയിൽ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന കൈനറ്റിക് എനർജി ടോമോഹോക്ക് പോലെയുള്ള സബ്സോണിക് മിസൈലുകൾക്കുള്ളതിനേക്കാൾ 32 മടങ്ങ് കൂടുതലാണ്. ഇതതിൻ്റെ പ്രഹരശേഷി വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട്. 200 മുതൽ 300 കിലോഗ്രാം വരെ ഭാരമുള്ള ഇതിൻ്റെ വാർഹെഡിന് അതീവ സുരക്ഷയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ പോലും തുളച്ചു കയറി പൊട്ടിത്തെറിക്കാൻ സാധിക്കുന്നുണ്ട്. കരയിൽ നിന്നും കപ്പലിൽ നിന്നും വിമാനത്തിൽ നിന്നും അന്തർവാഹിനിയിൽ നിന്നുമെല്ലാം വിക്ഷേപിക്കാൻ കഴിയുന്ന ബ്രഹ്മോസിൻ്റെ എല്ലാ വെർഷനുകളും ഒരുപോലെയുള്ള ഘടനയോട് കൂടിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് കൊണ്ടു നടക്കാനും വിന്യസിക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ തീരെ കുറവാണ്. അങ്ങനെ ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾക്ക് വളരെ വേഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വൈവിധ്യമാർന്ന മിസൈൽ സിസ്റ്റമാണ് ബ്രഹ്മോസ്. ബ്രഹ്മോസിൻ്റെ പുതിയ മാറ്റങ്ങളെയും വിവിധ പതിപ്പുകളെയും പറ്റി ഞാൻ പറയാം. എക്സ്റ്റെൻഡഡ് റേഞ്ച് ബ്രഹ്മോസ്, അതായത് ER ഉണ്ട്. 2016 ഇന്ത്യക്ക് MTCR അംഗത്വം കിട്ടിയതിന് ശേഷം 400, 800 എന്തിന് 1500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ER വേരിയൻറ്റുകൾ സംയുക്തമായി വികസിപ്പിക്കാൻ സാധിച്ചു. 2019 മുതൽ 2024 വരെയുള്ള കാലയളവിൽ നടന്ന വിജയകരമായ പരീക്ഷണങ്ങളിലൂടെ ഇന്ധനശേഷിയിലുള്ള മാറ്റങ്ങളും എയർ ഫ്രെയിമിലെ പുതിയ ഡിസൈനുകളും ശരിയാണ്, നന്നായിട്ട് ഇതിൻ്റെ എഫിഷ്യൻസി കൂട്ടുമെന്ന് തെളിയിക്കപ്പെട്ടു. ഇത് ഇന്ത്യൻ കരസേനയുടെയും നാവികസേനയുടെയും ആക്രമണ പരിധി 500 കിലോമീറ്ററിൽ നിന്നും അപ്പുറത്തേക്ക് കൂട്ടി.
അടുത്തത് ബ്രഹ്മോസ് NG, അതായത് നെക്സ്റ്റ് ജനറേഷനാണ് വരാൻ പോകുന്നത്. ഇത് നീളവും ഭാരവും കുറഞ്ഞ ഒരു വേരിയൻ്റാണ്. ഏകദേശം 1.5 ടൺ ഭാരവും 6 മീറ്റർ നീളവും 50 സെൻറ്റിമീറ്റർ വ്യാസവുമാണ് ഈ പുതിയ മിസൈലിന് വരാൻ പോകുന്നത്. ഭാരം കുറഞ്ഞ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് മാക് 3.5 വേഗതയും 290 കിലോമീറ്റർ ദൂരപരിധിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. റഡാറിൽ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റാത്ത ഡിസൈൻ, ഒരു AESA റഡാർ സീക്കർ, പിന്നെ റഫാൽ, തേജസ് പോലെയുള്ള ഫൈറ്റർ വിമാനങ്ങൾക്കും P-75I അന്തർവാഹിനികൾക്കും വേണ്ടി വെർട്ടിക്കൽ ലോഞ്ച്, ടോർപിഡോ ട്യൂബ് ലോഞ്ച് എന്നിങ്ങനെയുള്ള പലതരം വിക്ഷേപണ രീതികളും ഈ മിസൈലിനുണ്ടാകും. ഇതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ തന്നെ ഏകദേശം 2025-2026 കൂടി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി പറയാനുള്ളത് ബ്രഹ്മോസ് 2 ഹൈപ്പർസോണിക് മിസൈലുകളെക്കുറിച്ചാണ്. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിക്കുന്ന ഈ മിസൈൽ ഒരു സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് മാക് 8 വേഗത, ശബ്ദത്തേക്കാൾ 8 മടങ്ങ് വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. 1500 കിലോമീറ്റർ ദൂരപരിധി കൈവരിക്കാൻ ലക്ഷ്യമിടുന്ന ഈ ഒരു മിസൈലിൻ്റെ വികസനം പല തടസ്സങ്ങൾ കൊണ്ട് കാലതാമസപ്പെടുന്നുണ്ട്. എന്തായാലും 2020 ശേഷം നീണ്ടുപോയ ഇതിൻ്റെ പല പരീക്ഷണങ്ങളും പൂർത്തിയായി വരുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടക്കത്തിൽ റഷ്യയുടെ MTCR വ്യവസ്ഥകൾ കാരണം ഇതിൻ്റെ ദൂരപരിധി 290 കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിരുന്നു. എന്നാൽ 2014 ഇന്ത്യ ഇതിൽ അംഗമായതോടുകൂടി മുഴുവൻ ദൂരപരിധിയുള്ള മിസൈൽ ഉണ്ടാക്കാനുള്ള സാധ്യത തെളിഞ്ഞു. ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള ബഹുമാനാർത്ഥം ഇതിന് ബ്രഹ്മോസ് 2K അഥവാ കലാം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതുകൂടാതെ ആളില്ലാത്ത യുദ്ധവിമാനങ്ങളിൽ ബ്രഹ്മോസ് ഘടിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ദൂരെ നിന്ന് ആക്രമണം നടത്തി തിരിച്ച് ബേസിലേക്ക് മടങ്ങി വരാൻ ഇങ്ങനെ കഴിയും. ഇത് ബ്രഹ്മോസിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഉപയോഗ സാധ്യതകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ഇനി ബ്രഹ്മോസിൻ്റെ പ്രധാനപ്പെട്ട ചില പരീക്ഷണങ്ങളെയും ടെസ്റ്റുകളെയും പറ്റി പറയാം. ആദ്യത്തെ വിക്ഷേപണം നടന്നത് 2001 ജൂൺ 12 ചാന്ദിപ്പൂരിൽ നിന്നുള്ള ആ ആദ്യത്തെ വിജയകരമായ പരീക്ഷണം സോളിഡ് ബൂസ്റ്ററും റാംജെറ്റും ചേർന്നുള്ളൊരു ഇരട്ട പ്രൊപ്പൽഷൻ എന്ന ആശയവും അതിൻ്റെ അടിസ്ഥാന ഗൈഡൻസ് രീതികളും ശരിയാണെന്ന് തെളിയിച്ചു. പിന്നീട് 2004 പൊക്രാനിൽ വച്ചൊരു മാനുവൽ ടെസ്റ്റ് നടത്തി. മാക് 2.8 വേഗതയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് തൊട്ടു മുമ്പ് വെട്ടിച്ചു മാറാനുള്ള മിസൈലിൻ്റെ കഴിവാണ് അന്ന് ഈ ഷേപ്പ് കൊണ്ട് പരീക്ഷിച്ചത്. അതായത് ഷേപ്പിലേക്ക് വെട്ടിച്ചു മാറി. നാവികസേനയുടെ യുദ്ധക്കപ്പലുകളെ നശിപ്പിക്കാനുള്ള അതിൻ്റെ ശേഷി അതോടെ തെളിയിക്കപ്പെട്ടു. 2009 മാർച്ച് 4 ബ്ലോക്ക് 2 തദ്ദേശീയ സീക്കർ പരീക്ഷിച്ചു. തുടക്കത്തിൽ നാവിഗേഷനിൽ ചില പിഴവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ പരീക്ഷണത്തിലെ ഇൻപുട്ടുകൾ ശരിയാക്കിയെടുത്തു. അങ്ങനെ ഇന്ത്യ വികസിപ്പിച്ച സീക്കറും കൺട്രോൾ ഇലക്ട്രോണിക്സും വിജയകരമായി പരീക്ഷിക്കപ്പെട്ടു. 2019 ജൂലൈ 7 വെർട്ടിക്കൽ സ്റ്റീപ്പ് ഡൈവ് വേരിയൻ്റ് പരീക്ഷിച്ചു. ഉയർന്ന ആകാശത്തിൽ നിന്നും കുത്തനെ താഴേക്ക് വന്ന് ആക്രമിക്കാനുള്ള കഴിവാണ് അങ്ങനെ പരീക്ഷിച്ചത്. ഇത് വിമാനവാഹിനി കപ്പലുകൾക്കെതിരെ ബ്രഹ്മോസിൻ്റെ ആക്രമണശേഷിയെ തിരിച്ചറിയാൻ സഹായിച്ചു. അതുവരെ കരയിലെ ലക്ഷ്യങ്ങൾ മാത്രമായിരുന്നു പ്രധാനമെങ്കിൽ അതോടെ ആ ദൗത്യം കൂടി ഇതിൽ ഉൾപ്പെട്ടു. 2021 ഡിസംബറിൽ എയർ ലോഞ്ച്ഡ് സർട്ടിഫിക്കേഷൻ നടന്നു. സുഖോയ് 30M KI വിമാനങ്ങളിൽ നിന്നും ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ പരീക്ഷണങ്ങൾ ALCM അഥവാ എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലിൻ്റെ ഘടനാപരമായ കരുത്തും എയറോഡൈനാമിക് പ്രകടനവും നമുക്ക് വെളിവാക്കി തന്നു. അതോടെ അതിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണത്തിനുള്ള അനുമതിയും കിട്ടി. 2022 മാർച്ചിൽ എക്സ്റ്റൻഡഡ് റേഞ്ച് ട്രയൽസ് നടന്നു. IANS റൺവീർ എന്ന കപ്പലിൽ നിന്നും കരയിലെ മൊബൈൽ ലോഞ്ചറുകളിൽ നിന്നും വിക്ഷേപിച്ച ERLACM മിസൈലുകൾ 400 കിലോമീറ്ററിനപ്പുറമുള്ള ലക്ഷ്യങ്ങളിൽ കൃത്യമായി പതിച്ചു. നവീകരിച്ച പ്രൊപ്പൽഷൻ സംവിധാനവും ഇന്ധനക്ഷമതയും അതോടെ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. ഏറ്റവും ഒടുവിലായി 2025 ജനുവരി 17 ഒരു ലേറ്റസ്റ്റ് ERLACM ടെസ്റ്റ് നടന്നു. 21 കോർപ്സ് നടത്തിയ ഈ ഒരു പരീക്ഷണ വിക്ഷേപണം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ റേഞ്ചുകളിൽ നിന്നും കരയിലെ ലക്ഷ്യസ്ഥാനത്തേക്ക് അതികൃത്യതയോടുകൂടി പതിച്ചു. ബ്രഹ്മോസിൻ്റെ ദൂരപരിധി വർദ്ധിപ്പിക്കുന്നതിലെ ഏറ്റവും പുതിയൊരു നാഴികക്കല്ലായി ഇത് മാറി. ഇനി ബ്രഹ്മോസിൻ്റെ വിൽപ്പനയിലും കയറ്റുമതിയുടെയും കണക്കുകളിലേക്ക് വരാം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന ബ്രഹ്മോസ് കയറ്റുമതി നടന്നത് 2022 ഫിലിപ്പീൻസിന് 3 തീരദേശ മിസൈൽ ബാറ്ററികൾ, അതായത് 9 ലോഞ്ചറുകൾ നൽകാനുള്ള $375 മില്യൺ ഒരു കരാറായിരുന്നു അത്. ഇതോടെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ കയറ്റുമതി വിപണിയിലേക്ക് ഇന്ത്യ പ്രവേശിച്ചു. ആദ്യത്തെ ബാറ്ററി 2024 ഏപ്രിലിൽ അവിടെ എത്തി. അതേ കരാറിൻ്റെ ഭാഗമായി രണ്ടാമത്തെ ബാച്ച് 2025 ഏപ്രിലിലും കൈമാറി. ദക്ഷിണ ചൈന കടലിലെ സംഘർഷങ്ങൾക്കിടയിൽ മനിലയുടെ തീരദേശത്തിൻ്റെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഇത് സഹായിച്ചു.
ഇതുകൂടാതെ ഇന്തോനേഷ്യ, വിയറ്റ്നാം, മറ്റ് ആസിയാൻ രാജ്യങ്ങൾ എന്നിവരുമായി കൂടുതൽ കയറ്റുമതി ചെയ്യാനുള്ള ചർച്ചകൾ പുരോഗമിച്ചിട്ടുണ്ട്. MTCR അംഗത്വം ഉപയോഗിച്ച് അന്താരാഷ്ട്ര നിയന്ത്രണങ്ങൾ പാലിക്കുന്ന 450 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള വേരിയന്റുകളാണ് ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ ആഫ്രിക്കൻ നാവികസേനയും ബ്രഹ്മോസിൻ്റെ ചെറിയ വലിപ്പത്തിൽ താൽപ്പര്യം കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ഫ്രിഗേറ്റുകളിലും കോർവെറ്റുകളിലും ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇതേസമയം 2025 സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഫിലിപ്പീൻസിന് $200 മില്യൺ ആകാശ് ഹ്രസ്വ ദൂര സർഫസ് ടു എയർ മിസൈൽ സംവിധാനങ്ങൾ വിൽക്കാനും ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെയും ഒരു പ്രതിരോധ കയറ്റുമതി രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ വളർച്ചയുടെയും സൂചനയാണ്. 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി $2.4 ബില്യൺ കവിഞ്ഞിരുന്നു. ഈ കയറ്റുമതി വിജയങ്ങൾക്ക് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വിജയമായി കണക്കാക്കാൻ പറ്റും. അതോടൊപ്പം അതിവേഗത്തിലും കൃത്യതയിലും ആക്രമിക്കാൻ കഴിവുള്ള മിസൈലുകളുടെ ആഗോള വിപണിയിൽ ബ്രഹ്മോസ് എയറോസ്പേസ് ഒരു പ്രധാന ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയും റഷ്യയുമാണ് ചേർന്ന് ഉണ്ടാക്കുന്നതെങ്കിലും റഷ്യ സ്വന്തമായി ബ്രഹ്മോസ് ഉപയോഗിക്കുന്നില്ല. അത് അവരുടെ ഒരു പോളിസിയാണ്. അവർ പങ്കാളികളാകുന്നുണ്ട് എങ്കിലും അത് പൂർണ്ണമായും ഇന്ത്യക്ക് ഉപയോഗിക്കാനാണ് അവകാശം. ഇനി നമുക്ക് നമ്മുടെ അഗ്നി 5 മിസൈലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. അഗ്നി 5 എന്ന് പറയുന്നത് DRDO വികസിപ്പിച്ചതും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്നതുമായ ഒരു കാനിസ്റ്ററിനുള്ളിൽ സൂക്ഷിക്കുന്ന റോഡിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഥവാ ICBM ആണ്. ഇതിന് 3 ഘട്ടങ്ങളുള്ള സോളിഡ് ഫ്യൂവൽ ഉപയോഗിക്കുന്ന ഒരു കോമ്പോസിറ്റ് റോക്കറ്റ് മോട്ടോറാണ് ഊർജ്ജം നൽകുന്നത്. ഇത് 5000 മുതൽ 8000 കിലോമീറ്റർ വരെ ദൂരപരിധി നൽകും. ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്താണ്, ബാലിസ്റ്റിക് മിസൈലാണ്. മറ്റതുപോലെ അല്ല, സ്പേസിൽ പോയി ആണവ പോർമുനകളും മറ്റുമായിട്ട് ഭൂമിയിലേക്ക് ഫ്രീ ഫാൾ ചെയ്യും. 17.5 മീറ്റർ നീളവും 2 മീറ്റർ വ്യാസവുമുള്ള ഈ മിസൈലിന് വിക്ഷേപിക്കുമ്പോൾ ഏകദേശം 50,000 കിലോഗ്രാം ഭാരമുണ്ടാകും. ഇതിന് 1650 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയും. അതായത് ഒരൊറ്റ ആണവ പോർമുനയോ അല്ലെങ്കിൽ ഒന്നിലധികം സ്വതന്ത്രമായി ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ കഴിവുള്ള റീ എൻട്രി വാഹനങ്ങളോ വഹിക്കാൻ ഇത് ധാരാളമാണ്. ഇതിൻ്റെ ഗൈഡൻസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഒരു റിംഗ് ലേസർ ഗൈറോ INS വഴിയാണ്. മിസൈൽ പാതി വഴിയിൽ സഞ്ചരിക്കുമ്പോൾ GPS അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാവിക് സാറ്റലൈറ്റ് സിസ്റ്റത്തിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ 10 മീറ്ററിൽ താഴെ മാത്രം വ്യത്യാസത്തിൽ പതിക്കാൻ വേണ്ടി ഇമേജിംഗ് ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ റഡാർ സീൻ കോറിലേഷൻ സീക്കറുകളാണ് ഉപയോഗിക്കുക. ഒരു 8.8 ടാറ്റ ട്രാൻസ്പോർട്ടർ ഇറക്ടർ ലോഞ്ചറിലാണ് ഈ കാനിസ്റ്ററൈസ്ഡ് മിസൈൽ സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനും വിക്ഷേപിച്ച ശേഷം വേഗം സ്ഥലം വിടാനും സാധിക്കും. ഇത് ശത്രുക്കളുടെ പ്രത്യാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയാണ് കൊടുക്കുന്നത്. 2012 ആദ്യമായി പരീക്ഷിച്ച അഗ്നി 5 2019 ഇന്ത്യയുടെ സേവനത്തിൻ്റെ ഭാഗമായി മാറിയത്. ഇതോടെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആയുധ ശേഖരത്തിലേക്ക് ഇത് ചേർക്കപ്പെട്ടു. ഏഷ്യ പസഫിക് മേഖല മുഴുവനും അതിനപ്പുറവും ഇതിൻ്റെ പരിധിയിൽ വരും. മറ്റ് ഹ്രസ്വദൂര അഗ്നി മിസൈലുകൾക്കൊപ്പം ഒരു ശക്തമായ പ്രതിരോധ സംവിധാനം ഇത് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇനി ഈ മിസൈലുകൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുമെന്ന് നോക്കാം. കരയിൽ നിന്ന് വിക്ഷേപിക്കുന്ന കാര്യമെടുത്താൽ ബ്രഹ്മോസും അഗ്നി 5ഉം സഞ്ചരിക്കുന്ന ട്രാൻസ്പോർട്ടർ ഇറക്ടർ ലോഞ്ചറുകൾ അതായത് TEN ഉപയോഗിക്കുന്നുണ്ട്. ബ്രഹ്മോസ് വലിയ ട്രക്കുകളിൽ ഘടിപ്പിച്ച മൊബൈൽ കാനിസ്റ്ററുകളിലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അഗ്നി 5 കാനിസ്റ്ററിലാക്കിയ ICBM വഹിക്കുന്ന 8.8 ടെട്രാ TEN ഉപയോഗിക്കുക. ഇത് വളരെ വേഗത്തിൽ സ്ഥാനം മാറാനും വിക്ഷേപണത്തിനുള്ള തയ്യാറെടുപ്പ് സമയം കുറയ്ക്കാനും സഹായിക്കും. കടലിൽ നിന്നുള്ള വിക്ഷേപണത്തിൻ്റെ കാര്യത്തിൽ ബ്രഹ്മോസിൻ്റെ കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന വേരിയൻറ്റുകൾ ഡിസ്ട്രോയർ കപ്പലുകളിൽ നിന്നും ഫ്രിഗേറ്റുകളിൽ നിന്നുമുള്ള വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റങ്ങളുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് ചക്രവാളത്തിനപ്പുറത്തു നിന്നുള്ള കപ്പലുകളെയും കരയിലെ ലക്ഷ്യസ്ഥാനങ്ങളെയും ആക്രമിക്കാനുള്ള ശേഷി നമ്മുടെ സേനയ്ക്ക് നൽകുന്നു. അഗ്നി 5ൻ്റെ ഒരു കടൽ പതിപ്പ് ആലോചനയിലുണ്ടെങ്കിലും അത് ഇതുവരെ വിന്യസിച്ചിട്ടില്ല. ഇനി വായുവിൽ നിന്നുള്ള കാര്യം നോക്കാം. ബ്രഹ്മോസ് A എന്ന വേരിയൻറ്റ് സുഖോയ് 30M KI ഫൈറ്റ് വിമാനങ്ങളിലാണ് വഹിക്കുന്നത്. ഇതിൽ മാറ്റങ്ങൾ വരുത്തിയ താരതമ്യേന ചെറിയൊരു ബൂസ്റ്ററും വിമാനത്തിൽ നിന്ന് വിടുമ്പോൾ മടക്കാവുന്ന ചിറകുകളുമുണ്ട്. ഇത് ഇന്ത്യൻ എയർഫോഴ്സിന് ദൂരെ നിന്ന് തന്നെ മാക് 3 വേഗതയിൽ വളരെ പെട്ടെന്ന് പ്രതികരിച്ച് ആക്രമണം നടത്താനുള്ളൊരു ശേഷി നൽകുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് അഗ്നി 5ൻ്റെയും ബ്രഹ്മോസിൻ്റെയും ഡിഫറൻസുകളും നമ്മുടെ മിസൈൽ ക്യാപ്പബിലിറ്റീസിനെയും കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇത് വെറുതെ ഇന്ത്യ പാകിസ്ഥാൻ സന്ദർഭത്തിൽ എടുത്തുകൊണ്ട് ഞാൻ അവസരോചിതമായിട്ട് അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടൊന്നും പറഞ്ഞതല്ല. ജസ്റ്റ് ബ്രഹ്മോസുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതുകൊണ്ടും അത് പാകിസ്ഥാനിൽ ഇന്ത്യ ഉപയോഗിച്ചോ എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകൾ നടക്കുന്നതുകൊണ്ടും കൃത്യമായിട്ട് ബ്രഹ്മോസിനെ കുറിച്ച് പറയാൻ കഴിയുന്ന അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ സയൻസ് പറയാൻ കഴിയുന്ന ഒരു ടൈം ഇതാണ് എന്ന് കരുതിയത് കൊണ്ട് അല്പം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സയൻസ് മാഗസിനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ വീക്കിലും നിങ്ങൾക്ക്
മലയാളത്തിലും ഇംഗ്ലീഷിലും ഇതുപോലെയുള്ള സയൻസ് അപ്ഡേറ്റുകൾ വായിക്കാനുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ